തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറടയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 48-കാരിയെ അതിദാരുണമായി കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ അയൽവാസിയായ സുഹൃത്ത് അറസ്റ്റിൽ. പനച്ചമൂട് മാവുള വീട്ടിൽ പ്രിയംവദയെ കൊന്ന് ചാക്കിൽ കെട്ടി വീടിന് പുറകിൽ കുഴിച്ചിടുകയായിരുന്നു. മാവുള VS ഹൗസിൽ വിനോദിനെ ആണ് വെള്ളറട പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനോദിന്റെ അനുജൻ സന്തോഷിനെയും ചോദ്യം ചെയ്തു വരികയാണ്. മൃതദേഹം കുഴിച്ചിടുവാൻ വിനോദിന്റെ അനുജൻ സന്തോഷ് സഹായിച്ചു എന്നാണ് സൂചന. പ്രിയംവദയുമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള തർക്കത്തിലാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പ്രതി വിനോദ് മൊഴി നൽകി. ഇന്നലെ രാത്രി വൈകിയാണ് മൃതദേഹം പുറത്തെടുത്തത്. നെയ്യാറ്റിൻകര DYSP ചന്ദ്രദാസിന്റെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കശുവണ്ടി തൊഴിലാളിയായ പ്രിയംവദ വ്യാഴാഴ്ച ജോലിക്ക് പോയിട്ട് മടങ്ങി എത്തിയിരുന്നില്ല. ഭർത്താവുമായി വർഷങ്ങൾക്ക് മുമ്പേ വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. പ്രിയംവദയുടെ മക്കളായ രേഷ്മയും ചിഞ്ചുവിനെയും വിവാഹം കഴിഞ്ഞതോടെ ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ജോലി കഴിഞ്ഞ് വരുന്ന അമ്മ ഇവരെ ഫോണിൽ വിളിക്കാറുണ്ട്. വ്യാഴാഴ്ച തിരിച്ചു വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. വീട് പൂട്ടിയ നിലയിലായിരുന്നു. മക്കൾ തുടർന്ന് പോലീസിൽ പരാതി നൽകി. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രതി വിനോദ് വ്യാഴാഴ്ചയാണ് കൊലപാതകം നടത്തിയത്. മൃതദേഹം ചാക്കിലാക്കി ശനിയാഴ്ച രാത്രി വരെ കട്ടിലിനടിയിൽ വച്ചിരുന്നു. ആ മുറിയിൽ തന്നെയാണ് വിനോദ് കിടന്നു ഉറങ്ങിയതും. ചാക്കുകെട്ട് മക്കൾ കാണാനിടയായതാണ് സംഭവം പുറത്തറിയാൻ കാരണം. വിനോദിന്റെ ഭാര്യ സിന്ധു വിദേശത്തായതിനാൽ മക്കൾ തൊട്ടടുത്തുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ സരസ്വതിയോട് ഒപ്പമാണ് താമസം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും ശനിയാഴ്ച വന്നപ്പോൾ ചാക്കുകെട്ട് കണ്ടിരുന്നു. ഇക്കാര്യം മുത്തശ്ശിയോട് പറഞ്ഞ് രാത്രി അവർ വന്നു നോക്കിയപ്പോൾ ചാക്കുകെട്ടും സാമ്പ്രാണിത്തിരിയും കത്തിച്ചു വച്ചിരിക്കുന്നതും കണ്ടു. കൈ പോലെ ഒന്ന് പുറത്തേക്ക് കാണുകയും ചെയ്തു. വിനോദ് ആ മുറിയിൽ ഉറക്കത്തിലും ആയിരുന്നു. ഇന്നലെ രാവിലെ പനച്ചമൂട് ചന്തയ്ക്ക് സമീപമുള്ള പള്ളിയിൽ പോയി വികാരിയോട് പറഞ്ഞു. അദ്ദേഹം ചർച്ച് സെക്രട്ടറിയെ അറിയിച്ചു. വാർഡ് മെമ്പർ ശ്യാമിനെയും വിവരം കൈമാറി. ശ്യാം വെള്ളറട പോലീസിൽ വിളിച്ചു. CI CV പ്രസാദിന്റെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്തെത്തി. വീട് കഴുകി വൃത്തിയാക്കിയ നിലയിലായിരുന്നു. പരിസരത്ത് രക്തക്കറയും മുടിയും കണ്ടെത്തി. വീടിന്റെ പുറകിൽ മണ്ണ് വെട്ടിയിട്ടിരിക്കുന്നതും കണ്ട്. മതിലിന്റെയും ബാത്റൂമിന്റെയും ഇടയിലുള്ള സ്ഥലത്തായിരുന്നു മൃതദേഹം കുഴിച്ചിട്ടത്. ശനിയാഴ്ച രാത്രി വീട് കഴുകണമെന്ന് പറഞ്ഞതാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്ന് മറ്റൊരു വീട്ടിൽ താമസിക്കാൻ അനുജൻ സന്തോഷിന്റെ മൊഴി. രാത്രിയിൽ മദ്യലഹരിയിലായതിനാൽ ഉറങ്ങിപ്പോയി. പുലർച്ചയ്ക്കാണ് വീട് കഴുകി വൃത്തിയാക്കിയത്. മൃതദേഹം മറവ് ചെയ്ത് അറിഞ്ഞിരുന്നില്ല എന്നും മൊഴി നൽകി. വ്യാഴാഴ്ച രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന പ്രിയംവദയെ വീടിന് സമീപത്ത് വെച്ച് വഴക്കുണ്ടായെന്ന് പ്രതി പറഞ്ഞു. മർദ്ദിച്ചപ്പോൾ ബോധരഹിതയായി വീട്ടിനുള്ളിലേക്ക് വലിച്ചിഴച്ച് കയറ്റി. ബോധം തെളിഞ്ഞപ്പോൾ അലറി വിളിക്കാൻ തുടങ്ങി. ഇതോടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വച്ചു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് കുഴിച്ചു മൂടിയതെന്ന് പ്രതി മൊഴി നൽകി.